താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തുകൾക്ക് കണ്ണൂർ ജില്ലയിൽ ഡിസംബർ 9 തുടക്കമാവുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. 5 താലൂക്കുകളിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. This news brought to by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കണ്ണൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. തലശ്ശേരി താലൂക്ക് അദാലത്ത് ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ്. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും. പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും. ഇരിട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ്. കലക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത്. പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 6 ആയിരുന്നു. പരാതികൾ അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ പോർട്ടൽ വഴി ഓൺലൈനായും ആണ് സ്വീകരിച്ചത്. അദാലത്ത് ദിവസം പുതിയ പരാതികൾ സ്വീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കിട്ടിയ അപ്പോൾ ഡിസംബർ 9 തുടക്കമാകും. ഇവിടെ ഇപ്പോൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു, പിന്നെ ഞാനും ആണ് ഇവിടെയുള്ള ഈ ഇതാക്കി പങ്കെടുക്കുന്നത്. താലൂക്ക് അദാലത്ത് ഡിസംബർ 10 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ തലശ്ശേരി കൊടിയേരി ബാലകൃഷ്ണ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നടക്കും. പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇരിട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടക്കും. കളക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിലാകും പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 6 ആണ്. പരാതികൾ അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും കരുതൽ പോർട്ടൽ വഴി ഓൺലൈനായും ആണ് സ്വീകരിച്ചത്. ഇരിട്ടി 126, കണ്ണൂർ 240, പയ്യന്നൂർ 135, തളിപ്പറമ്പ് 154, തലശ്ശേരി 158 എന്നിങ്ങനെ ആകെ 813 പരാതികളാണ് ജില്ലയിൽ ഇതുവരെ ലഭിച്ചത്. പരാതികൾ അതാത് വകുപ്പുകൾക്ക് അയച്ചുകൊടുത്ത് നടപടികൾ അദാലത്തിൽ റിപ്പോർട്ട് ചെയ്യും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള MDMC പത്മചന്ദ്രകുമാർ എന്നിവരും സംസാരിച്ചു. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ?
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.